എല്ലാവർക്കും നമസ്കാരം. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? സത്യമായി പറയണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഇത് എൻ്റെ ലൈഫിൽ നടക്കില്ല, എനിക്ക് ഭാഗ്യമില്ല, എല്ലാവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളുണ്ടാകും, എനിക്ക് മാത്രം സംഭവിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു പെയിൻ, ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഞാനും ഒരിക്കൽ ഉറപ്പായി വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഇത് എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ റിയലൈസേഷൻ ഉണ്ട്. ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം അവസാനത്തോടടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ക്ലിക്കാവും. നമ്മൾ വിചാരിക്കും നമ്മൾ ചില കാര്യങ്ങളെ എന്തുകൊണ്ട് നടക്കില്ല എന്ന് ലേബൽ ചെയ്യുന്നത്. കാരണം പലതവണ നമ്മൾ ട്രൈ ചെയ്തു, നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇട്ടു, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ വെയിറ്റ് ചെയ്തു, എന്നിട്ടും ഒന്നും മൂവ് ആയില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് ഒരു കൺക്ലൂഷൻ എടുക്കും, ഇതെൻ്റെ കപ്പാസിറ്റിക്ക് പുറത്താണ്, ഇത് നടക്കില്ല, അങ്ങനെ ഒരു പ്രശ്നം. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം കപ്പാസിറ്റി അല്ല, അതൊരു ടൈമിംഗ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടാണ് ഫ്യൂച്ചർ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷേ ജീവിതം നമ്മുടെ ഭാവി വേർഷൻ കണ്ടിട്ടാണ് ഇന്ന് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നു, ഡെയിലി എഫേർട്ട് എടുക്കുന്നു, പക്ഷേ വെറും 0 റിസൾട്ട്. സെയിം റൂട്ടീൻ ഫോളോ ചെയ്യുന്നു, പക്ഷേ എന്നാലും പെയിനാണ് ഫലം, വേദന മാത്രം. വളരെ പ്രതീക്ഷയുണ്ടെങ്കിലും നിങ്ങൾക്ക് എനർജി ഇല്ല. എൻ്റെ ലൈഫ് സ്റ്റക്കാണോ എന്നൊരു ഡൗട്ട് എപ്പോഴും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, സ്റ്റക്ക് എന്നൊരു ഫേസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായി തോന്നും, പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ വിത്ത് മണ്ണിനടിയിൽ ഇടുമ്പോൾ അതിന് ഗ്രോത്ത് ഇല്ലെന്ന് തോന്നും, പക്ഷെ റിയാലിറ്റി എന്താണ്? അതവിടെ ആ ഒരു വിത്ത് മുളയ്ക്കാനായിട്ട് സമയമെടുക്കുകയാണ്, അല്ലേ? അതിന് ഗ്രോത്ത് ഇല്ലെന്ന് തോന്നും, പക്ഷെ അത് റിയാലിറ്റിയിൽ അതാണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫേസ്. റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് മണ്ണിനടിയിലാണ്, അല്ലേ? അതുപോലെയാണ് നമ്മളുടെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും. നമ്മളിപ്പോൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, ഒന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുക. യൂണിവേഴ്സ് ഒരിക്കലും നമ്മളെ പണിഷ് ചെയ്യില്ല, നമ്മളെ വിഷമിപ്പിക്കില്ല, നമ്മളെ ശിക്ഷിക്കില്ല. യൂണിവേഴ്സ് നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണ്. നമുക്ക് പേഷ്യൻസ് വേണം, നമുക്ക് ക്ഷമ വേണം. അതുപോലെ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ മാനസികമായ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം, നമ്മുടെ സെൽഫ് വർത്ത് വർദ്ധിപ്പിക്കണം, നമ്മുടെ ബൗണ്ടറീസ്, നമുക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ ഓരോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നമുക്ക് എന്ത് വേണമെന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഇവ നമ്മൾ ചെയ്യാതെ നമുക്കൊരിക്കലും ബ്ലെസ്സിങ് ഹാൻഡിൽ ചെയ്യാനാകില്ല. അതിനാലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും ഡിലേ ഉണ്ടാവുന്നത്, ഓക്കെ, പെട്ടെന്ന് സാധിക്കാത്തത്. അതുപോലെ ചിലപ്പോൾ നമുക്ക് തോന്നും യൂണിവേഴ്സ് നമ്മളുടെ മുന്നിൽ സൈലൻസിലിരിക്കുകയാണെന്ന്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇവയെല്ലാം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ ഓരോ പ്രിപ്പറേഷൻ സിഗ്നൽസ് ആണെന്ന് മനസ്സിലാക്കുക. പലരും ഇവിടെ തെറ്റിദ്ധരിക്കുന്നു. വൈകിപ്പിക്കൽ വന്നാൽ അവർ കരുതും എന്നെ ദൈവം മനസ്സിലാക്കുന്നില്ല, യൂണിവേഴ്സ് കെയർ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് സത്യം? വൈകിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ റെഡി അല്ലാത്ത സമയത്ത് കാര്യം വന്നാൽ അത് മിറക്കിളല്ല, അതൊരു ബേർഡനായിരിക്കും. യൂണിവേഴ്സ് നിങ്ങളെ ബ്രേക്ക് ചെയ്യാനല്ല, ബിൽഡ് ചെയ്യാനാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരൊറ്റ ബിലീഫാണ് നമ്മുടെ മിറക്കിൾസ് ബ്ലോക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിന് അർഹനല്ല എന്നുള്ള ആ ഒരു ബ്ലോക്ക്. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കണം? നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് അതിന് അർഹതയുണ്ട്, ഞാൻ അതിന് അനുയോജ്യനാണ് എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അതുപോലെ ചൈൽഡ്ഹുഡ് നമ്മൾ ചെറുപ്പത്തിലുണ്ടായ വിഷമങ്ങൾ, നമ്മുടെ കമ്പാരിസൺ, മറ്റുള്ളവരുമായിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും, ഇല്ല അവർക്കതുണ്ട് എനിക്കിതില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ റിജക്ഷൻ, ചില ആളുകളിൽ നിന്ന് നമ്മളെ ചില ആളുകൾ നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്യുക, ഒഴിവാക്കുക.
അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫെയിലുവേഴ്സ്, അതായത് വിജയം ഇല്ലാതിരിക്കുക, തോൽവി സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ സേവ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതെല്ലാം സേവ് ആയി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഒരിക്കലും മതിയായവളല്ല എന്ന്. പക്ഷേ നിങ്ങളിത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കൂ. നമ്മൾ എന്താണ് യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്, യു അട്രാക്ട് വാട്ട് യു ബിലീവ്. അതായത് നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ അട്രാക്ട് ചെയ്യത്തില്ല. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് നമ്മൾ ആകർഷിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ബിലീഫ് ഷിഫ്റ്റ് ചെയ്താൽ നമ്മുടെ ലൈഫും ഷിഫ്റ്റ് ആവും. അപ്പം നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് നമുക്ക് ജീവിതത്തിൽ സാധ്യമാവുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതല്ല നമുക്ക് ആകർഷിക്കാൻ പറ്റുന്നത്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം ചേഞ്ച് ചെയ്യുക. നമ്മുടെ വിശ്വാസം നമ്മൾ ചേഞ്ച് ചെയ്താൽ നമ്മുടെ ലൈഫിൽ ഒരു ഫേസ് ഉണ്ടാവും. സഡൻലി നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് അവസരങ്ങൾ, അതായത് അപ്രതീക്ഷിതമായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. റൈറ്റ് പേഴ്സൺ നമ്മളെ സഹായിക്കാൻ കെൽപ്പുള്ള റൈറ്റ് പേഴ്സൺ നമ്മുടെ ലൈഫിലോട്ട് വരും. അതുപോലെ നമുക്ക് റൈറ്റ് ഐഡിയാസ് ലഭിക്കും, നമുക്ക് റൈറ്റ് ക്ലാരിറ്റി ലഭിക്കും. പലരും പറയും നിങ്ങൾക്ക് ഇതൊരു സത്യമാണോ എന്ന് നിങ്ങളിപ്പോൾ ചോദിക്കും. പക്ഷേ ഇതൊരു സത്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബിലീഫ് മാറ്റുക. നിങ്ങൾ മതിയായവളാണ്, നിങ്ങൾക്ക് എല്ലാം സാധിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ എത്തുക. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് പെയിനാണുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പം ഈ ഒരു പെയിൻ നമ്മൾ എപ്പോഴും വെച്ചുകൊണ്ട് നടന്നാൽ നമ്മുടെ ഫ്യൂച്ചറിലും ആ ഒരു പെയിൻ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ആ പെയിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ആ വിഷമത്തെ, ആ ഒരു വേദനയെ നമ്മൾ എടുത്തു കളയുക. എന്നിട്ട് അവിടെ വിശ്വാസം കൊണ്ടുവരിക. എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും വൈകിട്ടില്ല. നിങ്ങൾ ഒരിക്കലും അൺലക്കി അല്ല, നിങ്ങൾ ഭാഗ്യവതി അല്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട. നിങ്ങൾ അലൈൻമെൻറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരയുക, നിങ്ങൾ വിഷമിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വിഷമിക്കുക. ശരിക്കും നിങ്ങളുടെ ആ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം പോട്ടെ, നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കട്ടെ. എന്നിട്ട് നമ്മുടെ സൈലൻസ് എന്ന് പറയുന്നതാണ് അലൈൻമെൻറ്റ്. നമ്മൾ ക്ഷമയോടെ ശ്രദ്ധയോടെ കാത്തിരിക്കുക. നമുക്കും വരും ഒരു ദിവസം, നമ്മൾ ഉയരും. വെയിറ്റിംഗ് മീൻസ് സ്ട്രെങ്തനിങ് ആണ്. നമുക്ക് ഈ ഒരു വെയിറ്റിംഗ്, അതായത് നമ്മുടെ ഈ കാത്തിരിപ്പ് നമ്മളെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ റിലീഫ് ഫീൽ ചെയ്തോ? ഒരു പക്ഷേ ഞാനിപ്പോൾ ബ്രോക്കൺ അല്ല, ഞാൻ തകർന്നവളല്ല എന്നൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് ആൻഡ് സർപ്രൈസസ്. കാരണം ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകാൻ പോകുന്നു. ഇനി നിങ്ങൾ ഈ ഒരു അഫർമേഷൻസ് പറയുക. ഇപ്പോൾ ഞാൻ ശാന്തനാണ്, എൻ്റെ മനസ്സ് സേഫാണ്, എൻ്റെ ജീവിതം ശരിയായ വഴിയിലാണ്, ഞാൻ ലേറ്റ് അല്ല, ഞാൻ ഫൊർഗോട്ടൻ അല്ല, ഞാൻ അൺലക്കി അല്ല, എൻ്റെ സമയം എത്തിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് വരും. ഞാൻ ശ്രമിച്ച ഓരോ ദിവസവും എൻ്റെ ഉള്ളിൽ ശക്തി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കരുതിയതിലും കൂടുതൽ കേപ്പബിൾ ആണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. വൈകുന്നത് നിഷേധമല്ല, നിശബ്ദത അവഗണനയുമല്ല. ഇതെൻ്റെ വളർച്ചയുടെ ഘട്ടമാണ്. ഇന്ന് ഞാൻ വിശ്വാസത്തെ തിരഞ്ഞെടുക്കുന്നു, ഭയമല്ല. എൻ്റെ വഴിയിലേക്ക് അവസരങ്ങളും ശരിയായ ആളുകളും ശരിയായ തീരുമാനങ്ങളും സ്വാഭാവികമായി എത്തും. ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ ശാന്തമായി സുന്ദരമായി നടക്കാൻ തുടങ്ങുന്നു. ഞാൻ തയ്യാറാകുന്നു, ഞാൻ തുറക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ തന്നെ ആകട്ടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉയരും, ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന ഉറപ്പിൽ. കാരണം ഞാൻ ഒരിക്കലും ശ്രമം നിർത്തിയിട്ടില്ല. ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ കരുതിയ കാര്യങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തുടങ്ങുകയാണ്. ഞാൻ ഉയരും, എൻ്റെ സമയത്ത് എൻ്റെ വഴിയിൽ ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുക.
നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ദൈവത്തിലാണെങ്കിൽ ദൈവത്തിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ ആണെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിക്കുക. മുന്നോട്ട് പോകുക. കീപ് ഗോയിങ്. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു.